ഗെയിൻസ്വെൽ ഗമ പ്രൊഡക്ഷൻസിന്റെ ഈ വർഷത്തെ ഏറ്റവും പുതിയ നാടകമായ ഞങ്ങൾക്കും ഇതൊക്കെ പറ്റും. രചന കോന്തുണ്ണിയോ ചന്ദ്രത്ത്, അതായത് ഞാൻ. നാടകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ അകത്ത് അഭിനയിക്കുന്ന ഏറ്റവും 3 പ്രധാന നടന്മാരായ നമ്മുടെ നാണമില്ലാത്ത സഞ്ജയ്, ശേഖർ, പൂജ 3 പേര് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നാടകം എന്തെന്ന് പോലും പറഞ്ഞുകൂടാത്ത, നാടകം ഇതുവരെ നാടകത്തിൽ അഭിനയിച്ചിട്ടേ ഇല്ലാത്ത 4 എംബോക്കികളെ അത്യാവശ്യം ഡയലോഗൊക്കെ പഠിപ്പിച്ച് ആണ് ഞാനിവിടെ നാടകം അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ വർഷത്തെ നാടകം ആരംഭിക്കുകയായി. ഞങ്ങൾക്കും ഇതൊക്കെ പറ്റും. ശരി ശരി, അവിടുന്ന് ആ നീല ഷർട്ടാണ് മുതലാളി. നീയല്ല മുതലാളി. ഇങ്ങനത്തെ അവിടെ പോയി, അവിടെ നിൽക്കും, ഇവിടെ നിൽക്കും. അങ്ങ് പോണ്ട, നടക്ക് നടക്ക്, ഇവിടെ നിൽക്കും. അട്ടഹസിക്കുന്നു. അട്ട അങ്ങനെയല്ല, അങ്ങനെയല്ല, അട്ടഹസിക്കുന്നു, ഉറക്കച്ചിരിക്കുന്നു. അതെങ്ങനെ? മോള് മോള് പ്രേക്ഷകരുടെ മുതലാളി. 3 വട്ടം 3 പ്രേക്ഷകരുടെ മുതലാളി. അങ്ങനെയല്ല, 3 പ്രാവശ്യം പറയാൻ. പ്രേക്ഷകരുടെ മുതലാളി, പ്രേക്ഷകരുടെ മുതലാളി, പ്രേക്ഷകരുടെ മുതലാളി. 3 വർഷമായി ഞാൻ ഇവിടെ ജോലി ചെയ്തു. ഇപ്പോൾ ഞാൻ 6 മാസം ഗർഭിണിയാണ്. എന്റെ വയറ്റിലുള്ള രാജ്യവും നിന്നോട് എപ്പോഴും ചോദിക്കും എന്റെ അച്ഛൻ ആരാണ്. അപ്പൊ ഞാൻ പറയും ഞാൻ മാറി നിൽക്കുന്നത് ഈ ജോർജി. ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറഞ്ഞേ. ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് കുറച്ച് ആവേശത്തിൽ പറ. ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് വിളിക്കാനല്ല പറഞ്ഞത്, പതുക്കെ പറ. ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറഞ്ഞ് മാന്യന്മാരെ ആക്ഷേപിക്കാൻ. മാന്യന്മാരെ ആക്ഷേപിക്കാൻ വേറെ അക്ഷരയില്ലേ? ആക്ഷേപിക്കാൻ ആക്ഷേപിക്കാൻ അതുപോലെ ആക്കാൻ നിനക്കൊരു ഫാഷൻ. നിനക്കൊരു ഫാഷൻ ലേഡി. പെണ്ണ് പോട്ടെ, അച്ഛൻ പറട്ടെ. ഞാൻ അല്ല, എങ്ങനെയാടാ നീയാ? നീ അവിടെ നിൽക്കും, നീ മുതലാളി. അച്ഛൻ പറട്ടെ, അച്ഛൻ പറട്ടെ. മുതലാളി വന്നതിന്റെ ഉദ്ദേശം 3 വർഷം മുമ്പ് ഇവിടെ ജോലി ചെയ്തിരുന്ന എന്റെ മകളെ നീ 6 മാസം ഗർഭിണിയാക്കിയാണ് ദുഷ്ട. പകരം ചോദിക്കും. ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറഞ്ഞ് ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറഞ്ഞ് എന്റെ മക്കളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട്, എന്റെ മകളെ ഗർഭിണിയാക്കിയത് പോരാഞ്ഞിട്ടാ ഇന്ന് അട്ടഹസിക്കുന്നോടാ ദുഷ്ട. അട്ടല പുട്ടല അട്ടഹസിക്കുന്നോടാ ദുഷ്ട. അട്ട അങ്ങനെ അങ്ങനെ ഹസിക്കുന്ന ദുഷ്ട. ചാടി വീഴുന്നു. അങ്ങനെയല്ല, മുതലാളിയുടെ പുറത്തോട്ട് ചാടി വീഴുന്നു. എടാ നിന്റെ തോക്കെടുക്ക്. ഞാൻ തോക്കത്തില്ല, ഇവൻ തോക്കണം. എടാ അതെങ്ങനെയാ? നിന്റെ തോക്കെടുത്ത് വെടിവെക്കാൻ. വെടിവെക്കി. എടാ എന്നെയല്ല, അവനെ വെടിവെക്കാൻ. മരിച്ചു വീഴുന്നു. അയ്യോ, നീ മരിച്ചു വീഴുന്നു. അയ്യോ, ചിരിക്കുന്നു. എങ്ങനെയാണ് നീ എല്ലാ തോറും ചെയ്യുന്നേ? മകൻ അവിടെ ഇവിടെ ജോലിക്ക് നിന്നെ പെണ്ണെ ഗർഭിണിയാക്കിയടാ പട്ടി. അത് ചോദിക്കാൻ വേണ്ടി എന്റെ അച്ഛനെയും കൊന്നുപോലെടാ അച്ഛനെ കൊന്നുപോലെടാ പട്ടി. സൗഗന്ധിക്കേ എന്താ ഇതെങ്ങനെ സംഭവിച്ചു? എന്റെ അമ്മയുടെ അവസാനത്തെ ആഗ്രഹമായിരുന്നു എന്നെ ഗർഭിണിയായി കാണാൻ. ഗർഭിണിയല്ല, കുടുംബിയായി കാണാൻ.
പറയൂ, എങ്ങനെ സംഭവിച്ചു? പറയൂ. ഒരു കറുത്ത തത്ത രാത്രി ഒരു തണുത്ത മറിച്ച് കറുത്ത രാത്രിയിൽ ഞാൻ മുതലാളിയുടെ വീട്ടിൽ TV കാണാൻ പോയി. ഏഷ്യാനെറ്റിലും സൂര്യയിലും കയറിയും കോമഡി ഷോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് മുതലാളി ഫാഷൻ ചാനലാണ് വിട്ടത്. അടുത്ത് ഞാൻ ആവർത്തിച്ചു പോയി. മുതലാളി കേട്ടില്ല, എന്നെ നിർബന്ധിച്ച് ഫാഷൻ ചാനൽ കാണിച്ചു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല കേട്ടോ. ഇതോടെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇവിടെ തെറ്റ് ചെയ്ത മുതലാളിയല്ല, ഞാൻ പറഞ്ഞില്ലേ, എന്റെ സഹോദരിയല്ല. ഇവിടെ തെറ്റ് ചെയ്തത് ഈ TV ചാനലാണ്. അതോടെ എനിക്ക് സമൂഹത്തിനോട് ഒരു കാര്യം പറയാനുള്ളൂ. നിങ്ങളുടെ വീട്ടിൽ പ്രായപൂർത്തിയായ പെണ്ണുങ്ങളുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ പ്രായപൂർത്തിയായ പെണ്ണുങ്ങളുണ്ടോ? എനിക്കൊരു സംശയം, ഇതാണ് ഈ ഗർഭം.